ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगुणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता श्रीविशाखान्वितंश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्. ഇന്ന് നമ്മുടെ ശ്രീമദ് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് അധ്യായം 8 18ാമത്തെ ശ്ലോകം മുതൽക്കാണ് വായിക്കുന്നത്. അവ്യക്താദ്വ്യക്തയാ സർവാ പ്രഭാവന്തി ഹരാഗമേ രാത്രി ആഗമേ പ്രളീയന്തെ തത്രാവ തത്രാവ്യ തത്രാവ്യക്ത സംജ്ഞകേ അവ്യക്താദ്വ്യക്തയാ സർവാ പ്രഭാവന്തി ഹരാഗമേ രാത്രി ആഗമേ പ്രളീയന്തെ തത്രൈവ വ്യക്ത സംജ്ഞകേ. हरे कृष्णा. रूपी श्री माता जी. अव्यक्ताद्व्यक्तया सर्वा प्रभवन्त्याहरागमे रात्र्यागमे प्रलीयन्ते तत्रैवाव्यक्तसंज्ञके. Hare Krishna Prabhu, Dhananjana. At the beginning of Brahma's day, all living entities become manifest from the unmanifest state. And thereafter, when the night falls, they are merged into the unmanifest again. നമ്മുടെ നേരത്തെ മുമ്പത്തെ ശ്ലോകത്തിൽ പഠിച്ചു സഹസ്രയുഗ പര്യന്തം അല്ലെ, എന്താണ് ഒരു ബ്രഹ്മാവിന്റെ കൽപ്പ, ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്താണെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു, അതായത് 4 യുഗങ്ങളെ ചതുർയുഗ, അതിന്റെ 1000 ആണ് ബ്രഹ്മാവിന്റെ ഒരു കൽപ്പ. അത്രയും തന്നെയാണ് രാത്രി. അപ്പോ ചതുർയുഗ മൾട്ടിപ്ലൈ ബൈ 2000, പിന്നെ മൾട്ടിപ്ലൈ ബൈ എത്ര, 30 ഡേയ്സ്, 30 ഡേയ്സ് 1 മന്ത് ആവും, 12 മന്ത്സ് 1 ഇയർ ആവും, പിന്നെ 100. അതാണ് ബ്രഹ്മാവിന്റെ ഒരു ആയുസ്. അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും എത്ര പകലുണ്ടോ അത്രേ കാലം രാത്രിയുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അറ്റ് ദ ബിഗിനിങ് ഓഫ് ബ്രഹ്മാസ് ഡേ ഓൾ ലിവിങ് എൻറ്റിറ്റീസ് ബിക്കം മാനിഫെസ്റ്റ് ഫ്രം ദ അൺമാനിഫെസ്റ്റ് സ്റ്റേറ്റ്. ഇപ്പൊ രാത്രി ആകുമ്പോൾ ഇതെല്ലാം എന്താവും, അൺമാനിഫെസ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകും. പകലാവുമ്പോൾ വീണ്ടും മാനിഫെസ്റ്റ് ആവും. അതാണ് പറയുന്നത്. പ്രകടമാവും അപ്രകടമാവും. ആൻഡ് ദർ ആഫ്റ്റർ വെൻ ദ നൈറ്റ് ഫോൾസ്, വീണ്ടും രാത്രി വരുമ്പോൾ ദേ ആർ മേർജ് ഇൻ ടു ദ അൺമാനിഫെസ്റ്റ് അഗെയിൻ. അങ്ങനെയാണ്. പകൽ സമയം നമ്മളെല്ലാം ജാഗ്രതയോടുകൂടി ഇരിക്കുന്നു, രാത്രി നമ്മൾ ഉറങ്ങുന്നു അല്ലെ. പക്ഷെ ഇന്നത്തെ കാലത്ത് രാത്രി ഉറക്കമില്ല, ആർക്കും രാത്രി ഉറക്കില്ല. സാധാരണ അങ്ങനെയാണ്. രാത്രി ആകുമ്പോൾ എല്ലാവരും തൻ്റെ മാളത്തിലേക്ക് പോകുന്നു, ഉറങ്ങുന്നു. ഉറങ്ങുമ്പോൾ എന്താ, ടോട്ടലി നമുക്ക് അറിയില്ല എവിടെയാണെന്ന് തന്നെ. അതേപോലെ തന്നെ ബ്രഹ്മാവിന്റെ രാത്രി സമയത്ത് എല്ലാം അൺമാനിഫെസ്റ്റ് ആവുന്നു. എല്ലാവരും ഒരു ഡോർമെന്റ് സ്റ്റേറ്റിലേക്ക് പോകുന്നു അല്ലെ, ആർക്കും അറിയുന്നില്ല. രാവിലെ ആകുമ്പോൾ വീണ്ടും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് അറിയുന്നോ ഞാനാണ് അല്ലെ. ഉറങ്ങുന്ന സമയത്ത് വല്ല പിടുത്തുണ്ടോ, ഞാൻ ആരാണെന്ന് ആർക്കും ഒന്നും അറിയില്ല. പക്ഷെ പല സ്വപ്നങ്ങളും കണ്ടിട്ട് നമുക്ക് പല മൂവീസും കാണിച്ചു തരുന്നുണ്ട് സ്വപ്നത്തിൽ.
അതൊന്നും റിയൽ അല്ല. നമ്മളുടെ ആ ഒരു അസ്തിത്വത്തിന് നമുക്ക് അറിയുന്നില്ല, നമ്മൾ ആരാണെന്ന് ഒന്നും അറിയുന്നില്ല. അതേപോലെ തന്നെ ഒരു ടോട്ടലി വിൽ ഗോ ഇൻ ടു ഒബ്ലിവിയൻ, അൺമാനിഫെസ്റ്റ് സ്റ്റേജിലേക്ക് പോകും. അതാണ് അവിടെ പറയുന്നത്. ബ്രഹ്മാവിന്റെ ഓരോ ദിവസത്തും നമ്മളെല്ലാം മാനിഫെസ്റ്റ് സ്റ്റേജിലും, ബ്രഹ്മാവിന്റെ രാത്രി നമ്മൾ അൺമാനിഫെസ്റ്റ് സ്റ്റേജിലും ആവുന്നു എന്നാണ് പറയുന്നത്. ടെക്സ്റ്റ് 19. ഭൂതഗ്രാമസ ഏവായം ഭൂത്വാ ഭൂത്വാ പ്രളീയത്തെ രാത്രി ആഗമേവ സാ പാർത്ഥ പ്രഭവതി ആഗമേ. ഭൂതഗ്രാമസ ഏവായം ഭൂത്വാ ഭൂത്വാ പ്രളീയത്തെ രാത്രി ആഗമേവ സാ പാർത്ഥ പ്രഭവതി ആഗമേ. ബബിത മാതാജി ആൻഡ് സിമി മാതാജി. हरे कृष्णा प्रभु। हरे कृष्ण. भूतग्रामस एवायं भूत्वा भूत्वा प्रजायते रात्रि आगमे वसाः वार्ता प्रापवति अहार्गमे। Hare Krishna. Translation. Again and again, when Brahma's day arrives, all living entities come into being, and with the arrival of Brahma's night, they are helplessly annihilated. Again and again, when Brahma's day arrives, all living entities come into being, and with the arrival of Brahma's night, they are helplessly annihilated. So, ഈ സൈക്കിൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? അതായത് മാനിഫെസ്റ്റേഷൻ, അൺമാനിഫെസ്റ്റേഷൻ. ഡേ ടൈമിൽ മാനിഫെസ്റ്റ് ആവും, നൈറ്റിൽ അൺമാനിഫെസ്റ്റ് ആവും. അപ്പൊ നമ്മൾ അൺമാനിഫെസ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ എന്തായിരുന്നു നമ്മളുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ കർമ്മം, എക്സാക്ട്ലി അതിന് ഉതകുന്ന ഒരു ബോഡി ആയിരിക്കും വീണ്ടും നെക്സ്റ്റ് ഡേ മോർണിംഗിൽ മാനിഫെസ്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് കിട്ടുക. അനിഹിലേഷൻ നടക്കുന്ന സമയത്ത് എല്ലാ ജീവജാലങ്ങളും, ഞാൻ പറഞ്ഞില്ലേ, എവിടെ പോവും? ഗർഭോധായ വിഷ്ണുവിന്റെ മുദ്രത്തിൽ പോവും. അപ്പൊ നമ്മളെ എല്ലാം എന്ത് ഫോമിലായിരിക്കും? സീഡ് ഫോമിലായിരിക്കും. എല്ലാവരും സീഡ് ഫോമിലായിരിക്കും. ഈ ശരീരം കൊണ്ടൊന്നും പോവില്ല. നമ്മൾ ഡോർമെന്റ് പൊസിഷനിലായിരിക്കും. അപ്പൊ നമ്മള് ആ സമയത്ത്, അനിഹിലേഷന്റെ സമയത്ത്, നമ്മളുടെ കർമ്മഫലം എന്തൊക്കെയാണ്, നമ്മളുടെ ആഗ്രഹങ്ങൾ എന്താണ്, അതിന് അനുസൃതമായിട്ടായിരിക്കും പിന്നീട് മോർണിംഗിൽ, നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ബ്രഹ്മാവിന്റെ ആ ദിവസം തുടങ്ങുന്ന സമയത്ത്, മാനിഫെസ്റ്റേഷൻ നടക്കുന്ന സമയത്ത് ബ്രഹ്മാവ് നമുക്ക് എല്ലാവർക്കും നമ്മളുടെ കർമ്മത്തിന്റെയും ആഗ്രഹത്തിന്റെയും അടിസ്ഥാനത്തിൽ ശരീരം പ്രദാനം ചെയ്യുന്നത്. So the less intelligent who try to remain within this material world may be elevated to higher planets, and then again must come down to this planet Earth. During the daytime of Brahma, they can exhibit their activities on higher and lower planets within this material world. But at the coming of Brahma's night, they're all annihilated. They're all annihilated, but then the body is annihilated. Atma can never be destroyed. അല്ലേ? അപ്പൊ അവരുടെ കഴിഞ്ഞു, ആ സമയം കഴിഞ്ഞു. കംപ്ലീറ്റ് ഈ പ്രപഞ്ചം തന്നെ അനിഹിലേറ്റഡ് ആയി. വാട്ട് ടു സ്പീക്ക് ഓഫ് ദ ബോഡി. ഓക്കെ, പ്രപഞ്ചം തന്നെ ഇല്ല. എല്ലാം എവിടേക്ക് പോയി? തിരിച്ച് ഭഗവാന്റെ ഉദരത്തിലേക്ക് പോയി. അപ്പൊ അങ്ങനെ ഈ മാനിഫെസ്റ്റേഷൻ നടക്കുന്ന സമയത്ത് നമ്മള് ഈ മൂന്ന് ലോകത്തിലും അപ്പ് ആൻഡ് ഡൗൺ, ഫുട്ബോൾ കളിക്കുമ്പോൾ തട്ടില് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് അതേപോലെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കർമ്മം ചെയ്യുമ്പോൾ അപ്പർ പ്ലാനറ്റ് സിസ്റ്റം, ചീത്ത കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ലോവർ പ്ലാനറ്റ് സിസ്റ്റം, അങ്ങനെ പിന്നെ അല്ലെങ്കിൽ മിഡിൽ പ്ലാനറ്റ് സിസ്റ്റം. അങ്ങനെ നമ്മൾ പരിക്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിനെ പരിക്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തില്? 84 ലക്ഷം യോനികൾക്കൂടെ സഞ്ചരിച്ച് ജന്മ മൃത്യു ജരാവ്യാധിയിലൂടെ. അപ്പൊ ഈ പരിക്രമം നമുക്ക് നിർത്തണമെന്നെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വേറെ ഒരു പരിക്രമം ചെയ്താൽ ഈ പരിക്രമം അവസാനിപ്പിക്കാം. Devotional service. ഡിവോഷണൽ സർവീസ്. ഓക്കെ, വേറെ? ഈ പരിക്രമം
അതിനെ നള്ളിഫൈ ചെയ്യാൻ വേറെ പരിക്രമം ചെയ്താൽ. Govardhan Parikrama, Prabhu. അറിവോ. ഞാനത് ഓർത്ത് പരിക്രമ എന്ന് പറയും, പക്ഷെ ഗോവർദ്ധൻ പരിക്രമം ചെയ്യുമ്പോ നമ്മളുടെ ഈ ജന്മം മൃത്യു ജരാവ്യാധി പരിക്രമം നിൽക്കും. ഓക്കെ, ധാം പരിക്രമം, ഗോവർദ്ധൻ പരിക്രമം, ക്ഷേത്രങ്ങളെ പരിക്രമം ചെയ്യുക, തുളസി മഹാറാണിയെ പരിക്രമം ചെയ്യുക, അതിനാണ് പരിക്രമം ചെയ്യുന്നത്. ഈ പരിക്രമങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ജന്മ മൃത്യു ജരാവ്യാധി പരിക്രമം അവിടെ നിലയ്ക്കും. So the less intelligent who try to remain within this material world may be elevated to high planets and then again must come down to this planet Earth. During the time of Brahma, they can exhibit their activities on higher and lower planets within this material world. But at the coming of Brahma's night, they are all annihilated. In the day, they receive various bodies for material activities. And at night, they no longer have bodies but remain compact in the body of Vishnu. Clear അല്ലേ? ഡേ ടൈമില് നമുക്ക് ശരീരം, നമ്മളുടെ ഇന്ദ്രിയ ഭോഗങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശരീരം നമുക്ക് പ്രദാനം ചെയ്യും, നമ്മളുടെ വാസനയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ. നൈറ്റ് ടൈമിൽ ആ ബോഡി എല്ലാം അനിഹിലേറ്റ് ചെയ്യും. അതിനുശേഷം കോമ്പാക്റ്റ് ആയിട്ട് മഹാവിഷ്ണുവിന്റെ ഉദരത്തില് മഹാവിഷ്ണു. ഇപ്പൊ ഡേ ടൈമില് ഗർഭവസായ വിഷ്ണു, ബ്രഹ്മാവിന്റെ ഫുൾ ലൈഫ് സ്പാൻ കഴിഞ്ഞാൽ പിന്നെ മഹാവിഷ്ണു. So then again they are manifest at the arrival of Brahma's day. Bhutva bhutva praliyate. During the day they become manifest and at night they are annihilated again. Appo ee cycle keeps going till we get elevated to the spiritual planet. അതുവരെ ഈ ചക്രം നടന്നുകൊണ്ടേയിരിക്കും. Ultimately, when Brahma's life is finished, they're all annihilated and remain unmanifest for millions and millions of years. ആ അൺമാനിഫെസ്റ്റ് സ്റ്റേജ് ആണ് എന്താണ് 311 trillion 40 billion years. പിന്നെ വീണ്ടും അതായത് 1 breath of മഹാവിഷ്ണു ആണ് മില്യൻസ് ആൻഡ് മില്യൻസ് ഓഫ് ഇയേഴ്സ്. 1 breath of മഹാവിഷ്ണു. വീണ്ടും മഹാവിഷ്ണു ശ്വസിക്കുമ്പോൾ universes becomes manifest. Then all the jivas, those who are not purified, those who are not perfected, will come again back to this material world. So ultimately, when Brahma's life is finished, they're all annihilated and remain unmanifest for millions and millions of years. And when Brahma is born again in another millennium, they are again manifest. In this way, they are captivated by the spell of the material world. But those intelligent persons who take to Krishna consciousness use the human life fully in the devotional service of the Lord, chanting Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama. Thus, they transfer themselves even in this life to the spiritual planet of Krishna and become eternally blissful. They're not being subject to such rebirth. ആരാണോ പെർഫെക്ഷണൽ സ്റ്റേജിലേക്ക് പോകുന്നത്, ലിബറേഷനിലേക്ക് എത്തുന്ന അവർക്ക് ഈ ചക്രത്തിലൂടെ പോകേണ്ട ആവശ്യമില്ല. അനിഹിലേഷൻ ഓർ മാനിഫെസ്റ്റേഷൻ അൺമാനിഫെസ്റ്റേഷൻ അതാണ്. അപ്പൊ അതിന് നമ്മളെ എങ്ങനെ ഇതിനെ അവോയ്ഡ് ചെയ്യാം? സിംപ്ലി ബൈ ചാൻറ്റിങ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ അങ്ങനെ ആ നാമജപത്തിലൂടെ നമുക്ക് പെർഫെക്ഷൻ നേടാം. പെർഫെക്ഷൻ നേടിയാൽ പിന്നെ തിരിച്ച് നമുക്ക് നമ്മളുടെ സ്പിരിച്വൽ പ്ലാനറ്റ് ആധ്യാത്മിക ലോകത്തിലേക്ക് പോവാം. പ്രപഞ്ചത്തിലേക്ക്, ഈ ഭൗതിക ലോകത്തിലേക്ക് വരേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് പറഞ്ഞത്. Okay, so any questions? ഹരേകൃഷ്ണ പ്രഭുജി കേൾക്കുന്നുണ്ടോ? അതെ. അല്ല, മൊത്തത്തിലൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ പ്രഭുജി, ബ്രഹ്മാവിന്റെ ഒരു ദിവസം, ആ നൈറ്റിൽ ബ്രഹ്മാവിന്റെ ഒരു നൈറ്റില് നമ്മള് ഗർഭോദകശായി വിഷ്ണുവിന്റെ ശരീരത്തിലോട്ട് തിരിച്ചു പോകും.
അത് കഴിഞ്ഞ് വീണ്ടും ബ്രഹ്മാവ് എണീക്കുമ്പോൾ വീണ്ടും നമ്മള് കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ബോഡി അടുത്തത് കിട്ടും, അങ്ങനെയല്ലേ? അത് നമ്മളാ അതുവരെ സീഡ് സ്റ്റേജിൽ അങ്ങനെ കിടക്കും. അതുവരെ നമ്മൾ കോമ്പാക്ട് ആയിട്ട് നമ്മള് സിപ്പ് ഫോർമാറ്റ് അല്ലേ സിമി മാതാജി? ഫയലിന്റെ സിപ്പ് ഫോർമാറ്റ് പോലെ. അതിൽ പോകും. പിന്നെ അതിനെ അൺസിപ്പ് ചെയ്യണം വീണ്ടും നെക്സ്റ്റ് ഡേ മോർണിംഗ്. പിന്നെ ബ്രഹ്മാവിന്റെ ആയുസ് കഴിയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മഹാവിഷ്ണുവിന്റെ ശരീരത്തിലോട്ട് പോകും. അവിടെ കുറെ നാൾ ഇരുന്നിട്ട് പിന്നെ അടുത്ത കുറെ നാള് പറഞ്ഞാൽ ഒരു ശ്വാസം. ഓക്കെ, അടുത്ത ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അടുത്ത ബ്രഹ്മാവ് വരുമ്പോഴാണ് പിന്നെ നമുക്ക് അടുത്ത ബോഡി കിട്ടുന്നത്, അല്ലേ? അതെ. അപ്പൊ ബ്രഹ്മാവിന്റെ ആയുസ് എത്രയാ? ബ്രഹ്മാവിന്റെ ആയുസ് 100 വർഷം. ആ 100 വർഷം നമ്മുടെ എർത്തിലെ ഇയേഴ്സിൽ 311 trillion 40 billion years. 100 years of ബ്രഹ്മയാണ് 311 trillion അല്ലേ? 311 trillion 40 billion years. 100 years. അപ്പൊ അതാണ് വൺ ബ്രെത്ത് ഓഫ് മഹാവിഷ്ണു. അപ്പൊ ഇതിങ്ങനെ വന്നും പോയിക്കൊണ്ടേയിരിക്കുകയാണ്. മഹാവിഷ്ണു ശ്വസിക്കുന്നു, ബില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് യൂണിവേഴ്സസ് ബിക്കംസ് മാനിഫെസ്റ്റ്. ഓക്കെ, അപ്പോഴേക്കും ആ ഒരു മാനിഫെസ്റ്റേഷൻ അവിടെ നിൽക്കുമ്പോഴേക്കും ബ്രഹ്മാവിന്റെ ഒരു 100 years കഴിയും. തിരിച്ച് വലിക്കുമ്പോഴേക്കും അങ്ങനെ 1 by 1 ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ശ്വസിക്കുമ്പോൾ വീണ്ടും വന്നുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ സമുദ്രതീരത്ത് തിരമാലകളിലൊക്കെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നില്ല, അതേപോലെ വൺ ആഫ്റ്റർ അനദർ കീപ്സ് കമ്മിങ് ആൻഡ് ഗോയിങ്. അതേപോലെ ശ്വസിക്കുമ്പോൾ ശ്വാസം വിടുമ്പോൾ അങ്ങനെ ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് യൂണിവേഴ്സസ് വന്നുകൊണ്ടിരിക്കും. എവിടുന്നാണ് വരുന്നത്? സ്കിൻ പോഴ്സ് എന്നാണ് വരുന്നത്. ആസ് ഹി ബ്രീത്ത്സ് ഔട്ട് ഫ്രം ഹിസ് സ്കിൻ പോഴ്സ് ബില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് യൂണിവേഴ്സസ് ബിക്കംസ് മാനിഫെസ്റ്റ്. When he breathes in, all the universes goes back to the same body. അപ്പോൾ ഒരു ബ്രത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതാണ് 311 trillion 40 billion years എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ യുക്തിക്കും ബുദ്ധിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തതിനും അപ്പുറത്താണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ ഈ കാര്യങ്ങളെല്ലാം ഇൻകൺസീവബിൾ എന്ന് പറയുന്നത്. നമ്മളുടെ ഈ ചെറിയ ടീനി ബ്രെയിൻ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സോ ജസ്റ്റ് അക്സെപ്റ്റ്. കാരണം നമുക്കിതിൽ കൂടുതൽ തല പൊട്ടിച്ചിട്ട് കാര്യമില്ല. ജസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ്. ദീസ് ആർ ദ വിസ്ഡം വേർഡ്സ് ഓഫ് ദ ആചാര്യാസ്, വ്യാസദേവ, ലോർഡ് ഹിംസെൽഫ്. അല്ലേ? ജസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ്. ഇതൊന്നും നമുക്ക് മനസ്സിലാക്കുന്നതിനോ എത്രയോ അപ്പുറത്താണ്. ഇതെല്ലാം വേദവാക്യങ്ങളാണ്. അതിനെ അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഇതിന് നമ്മൾ ലോജിക്കലി നമ്മൾ മനസ്സിലാക്കാൻ വിചാരിച്ചാൽ പറ്റില്ല. കാരണം നമ്മളുടെ അതൊക്കെ നമ്മളുടെ ഡയമെൻഷൻ എന്താണ്? ഒന്നുമില്ല. 2, 3, 4 ഇതൊക്കെ എത്രയോ മീതെയാണ്. ഇതൊന്നും നമുക്ക് കാണാനും ഇത് ഗ്രഹിക്കാനും പറ്റില്ല. അതാണ് പറയുന്നത്, എന്താ പറയുന്നത്, നഗ്രാഹ്യം ഭാവേ എന്താ ശ്ലോകം? അത്തഹ ശ്രീകൃഷ്ണനാമാദി ഭവേ ഗ്രാഹ്യം ഇന്ദ്രിയേ സേവോന്മുഖേ ജിഹ്വാദോ സ്വയം ഏവ സ്മൃത്യത. നമ്മളുടെ ബ്ലണ്ട് മെറ്റീരിയൽ സെൻസസ് കൊണ്ട് നമുക്കിതൊന്നും ഗ്രഹിക്കാൻ പറ്റില്ല. സേവനം ചെയ്തിട്ടുള്ള ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഇതിൽ കൺവിക്ഷൻ ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് അതേപടി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഭഗവാനെ സേവിക്കുക, നാമം ജപിച്ചിട്ടും ഭഗവാന്റെ ലീലകൾ സ്തുതിച്ചിട്ടും പിന്നെ ഭഗവാന്റെ പ്രസാദം എല്ലാം ഓണർ ചെയ്തിട്ടും അപ്പോൾ മാത്രമേ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളൂ. ആ അനുഗ്രഹം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ഡ്രൈ ആർഗ്യുമെന്റ് ചെയ്യും, അല്ലെ? നമ്മൾ ലോജിക്കൽ ആർഗ്യുമെന്റ്സ് കൊണ്ടും അതെങ്ങനെ ശരിയാവുക? ഇതെങ്ങനെ ശരിയാവുക? അപ്പൊ അവിടെ ലോജിക്കും ബുദ്ധിയൊന്നും ഇതിൽ ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല. അതാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇത്രയൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട്
ഒരു കാര്യം മനസ്സിലാക്കി, അതായത് നമുക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളത്. അല്ലേ? അതാണ് ഇപ്പൊ മനസ്സിലാക്കിയത്. ഹരേ കൃഷ്ണ. 20. പരസ്തസ്മാതു ഭാവന്യോ വ്യക്തോ അവ്യക്ത സനാതനം യസ സർവേഷു ഭൂതേഷു നസ്യ നസ്യ നസ്യസ്തു ന വിനശ്യതി. പരസ്തസ്മാതു ഭാവോന്യോ വ്യക്തോ അവ്യക്ത സനാതനം യസ സർവേഷു ഭൂതേഷു നസ്യസ്തു ന വിനശ്യതി. യെസ്, ആരാണ്? അർച്ചന മാതാജി ആൻഡ് പാർവതി മാതാജി. Hare Krishna Guruji. ഹരേ കൃഷ്ണ. Paratasmatu ഭാവന്യോ bhavano Victo Victa Sanatana Yasa Sarveshu Bhuteshu Nasyatu Na Vinasati. മ്യൂട്ടിലാണ് മാതാജി. Yet there is another unmanifest nature, which is eternal and is transcendental to this manifested and unmanifested matter. It is supreme and is never annihilated. When all in this world is annihilated, that part remains as it is. Very good. Yet there is another unmanifest nature which is eternal and transcendental to this manifested and unmanifested matter. It is supreme and is never annihilated. When all in this world is annihilated, that part remains as it is. There. Tripad Vibhuti. Okay. അപ്പോൾ സ്പിരിച്വൽ വേൾഡിന്റെ കാര്യമാണ് ഇപ്പൊ പറയുന്നത്. ഇതിന് മുമ്പ് പറഞ്ഞത് മെറ്റീരിയൽ വേൾഡിന്റെ ഭൗതിക ലോകം. ഇപ്പൊ എന്തിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്? ആധ്യാത്മിക ലോകം, സ്പിരിച്വൽ വേൾഡ്. അപ്പോൾ ഇതിന് പുറമെ ഈ അൺമാനിഫെസ്റ്റഡ് മാനിഫെസ്റ്റഡ് നേച്ചർ ഉണ്ട്. അത് അനിഹിലേഷൻ, പിന്നെ ക്രിയേഷൻ, അതായത് മാനിഫെസ്റ്റേഷൻ, അൺമാനിഫെസ്റ്റേഷൻ വന്നും പോയും കൊണ്ടിരിക്കുന്നു. അതിലും ഉപരിയായിട്ട് ദർ ഇസ് അനദർ അൺമാനിഫെസ്റ്റ് നേച്ചർ. എന്താണ് ഇവിടെ അൺമാനിഫെസ്റ്റ് നേച്ചർ പറയാൻ കാരണം? ഇറ്റ് ഈസ് എറ്റേണലി മാനിഫെസ്റ്റ് ആണ്. പിന്നെന്താണ്, എന്തുകൊണ്ടാണ് അൺമാനിഫെസ്റ്റ് നേച്ചർ എന്ന് പറയാൻ കാരണം? അപ്പൊ അത് മാറ്റർ കൊണ്ടല്ലല്ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ആൻഡ് യെറ്റ് ദർ ഈസ് അനദർ അൺമാനിഫെസ്റ്റ് നേച്ചർ. എന്തുകൊണ്ട്? ഇറ്റ് ഈസ് ഓൾവേസ് എറ്റേണലി മാനിഫെസ്റ്റ് ആണ്. ബട്ട് ദെൻ വൈ ഇറ്റ് ഈസ് സെഡ് അൺമാനിഫെസ്റ്റ് നേച്ചർ? മലയാളത്തിൽ പറഞ്ഞുതരൂ പ്രഭു, പ്രഭുജി. അത് ഇറ്റേണലി ഇരിക്കുന്ന കാരണം കൊണ്ടാണോ പ്രഭു? It doesn't come alive and go dead. It is eternally there. ഇത് അപ്രകടമായിട്ടുള്ള ഒരു നേച്ചറാണ്. മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തവും അവ്യക്തവുമായ ഭൗതിക പ്രകൃതിക്ക് അതീതമായി സനാതനമായ മറ്റൊരു വ്യക്തഭാവമുണ്ട്. സമുത്കൃഷ്ടമായ അതിന് ഒരിക്കലും നാശമില്ല. ഇതാണ് ഉദ്ദേശിച്ചത്. സമുത്കൃഷ്ടമായ, അതാണ് പ്രഭുജി ഉദ്ദേശിച്ച വേർഡ്. അൺമാനിഫെസ്റ്റ് പറഞ്ഞാൽ അതായത് അപ്രകടമായിട്ടുള്ള, അവ്യക്തമായിട്ടുള്ളത്. എന്തുകൊണ്ട് അത് അവ്യക്തമായിട്ടുള്ളത് കാര്യം പറയാൻ കാരണം? അതായത് മെറ്റീരിയൽ വേൾഡിനെ അല്ലല്ല, ഇത് സ്പിരിച്വൽ വേൾഡ്. പ്രഭു, അത് വന്നു പോകുന്നില്ല. ഇറ്റ് ഇസ് ഇറ്റേണലി there. അപ്പൊ മാനിഫെസ്റ്റ് നേച്ചർ എന്നല്ലേ പറയേണ്ടത്? ഇറ്റ് ഈസ് അൺമാനിഫെസ്റ്റ്. യെറ്റ് ദർ ഈസ് അനദർ അൺമാനിഫെസ്റ്റ് നേച്ചർ. പ്രഭു, മാനിഫെസ്റ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപം എടുക്കുക എന്നുള്ളതല്ലേ? അൺമാനിഫെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് എടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഇറ്റേണലി there. അങ്ങനെയാണോ പ്രഭു? അല്ല, ഞാൻ അതാ ചോദിക്കുന്നത്, എന്താണ് അങ്ങനെ ആ വാക്ക് ഉപയോഗിക്കാനോട് കാരണം? സിമി മാതാജി, എനി ഗസ്? അറിയാം, നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ പറയുമ്പോ ഓ അതാണ് പറയും. അതായത് എനിക്കിപ്പോഴും അത് മനസ്സിലാവുള്ളൂ. അവ്യക്തമാണ്, ആ ലോകത്തിനെയും അവ്യക്തമാണെന്ന് എന്തുകൊണ്ട് പറയണു? എന്തുകൊണ്ട് അവ്യക്തമാണ്?
അതാണ് ക്വസ്റ്റ്യൻ അല്ലേ പ്രഭുജി? ആ, എറ്റേണൽ വേൾഡിനെയും എന്തുകൊണ്ടാണ് അതിനെയും അവ്യക്തം എന്ന് പറയുന്നത്? അത് വ്യക്തമല്ലേ? അത് എന്താണ് അവ്യക്തം എന്ന് പറയുന്നത്? അത് എല്ലാവർക്കും കാണാൻ പറ്റില്ല, അതാണോ ആ, പ്രഭുജി? that is unmanifest to our eyes. It is always there. It is always there. It is unmanifest to our senses. ഓ, എന്തൊരു സന്തോഷം പ്രഭുജി, അടിപൊളി. എവിടുന്നോ മിന്നിയപ്പോ. Yet there is another unmanifest. It is unmanifest to our senses. It is there always, eternally. It is not getting manifested and getting unmanifested. അതാണ് പറയുന്നത് ട്രാൻസെൻഡന്റൽ ടു ദിസ് മാനിഫെസ്റ്റഡ് ആൻഡ് അൺമാനിഫെസ്റ്റ് മാറ്റർ. ഇവിടുത്തെ പ്രപഞ്ച ഈ ഭൗതിക ലോകത്തിലെ നേച്ചർ എന്താ? അത് മാനിഫെസ്റ്റ് ആവുന്നു, അൺമാനിഫെസ്റ്റ് ആവുന്നു. അതവിടെ സംഭവിക്കുന്നില്ല. ഇറ്റ് ഈസ് നെവർ അനിഹിലേറ്റഡ്. അവിടെ മാനിഫെസ്റ്റേഷൻ അൺമാനിഫെസ്റ്റേഷൻ ആ ഒരു പ്രക്രിയ നടക്കുന്നില്ല. ഇസ് ഓൾവേസ് ദർ. ഇറ്റ് ഈസ് എറ്റേണൽ. ദർ ഇസ് നോ ബിഗിനിങ്, ദർ ഇസ് നോ എൻഡ്, ദർ ഇസ് നോ മിഡിൽ. ബട്ട് ഇറ്റ് ഈസ് അൺമാനിഫെസ്റ്റ് ടു അസ്. അതാണ് പറയുന്നത് അൺമാനിഫെസ്റ്റ് നേച്ചർ. വെൻ ഓൾ ദ വേൾഡ് ഈസ് അനിഹിലേറ്റഡ്, ദാറ്റ് പാർട്ട് റിമെയിൻസ് ആസ് ഇറ്റ് ഈസ്. ഭൗതിക ലോകം എല്ലാം നശിക്കപ്പെട്ടാലും ശരി, ആധ്യാത്മിക ലോകത്തിന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. എപ്പോഴും ഓൾവേസ് റിമെയിൻ. അതൊരിക്കലും നശിക്കാത്ത ഒരു പോർഷനാണ്. സ്പിരിച്വൽ സ്കൈയുടെ ഒരു കോർണറിൽ മെറ്റീരിയൽ മാനിഫെസ്റ്റേഷൻ, അതായത് 1/4, ബാക്കിയെല്ലാം 3/4 സ്പിരിച്വൽ ആണ്. അപ്പൊ ആ 3/4 സ്പിരിച്വൽ റെൽം ഈസ് നെവർ അനിഹിലേറ്റഡ്, ബട്ട് ഇറ്റ് ഈസ് അൺമാനിഫെസ്റ്റ് ടു അവർ ഐസ്, to our senses. Is it clear? പണ്ട് പ്രഭുജിയുടെ അടുത്ത് ഞാൻ എപ്പോഴും ഡൗട്ട് ചോദിക്കും, എങ്ങനെയോ ഇത്രയും ആളുകൾ പോയ ഭഗവാന്റെ ലോകത്ത് സ്ഥലം ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു, എനിക്ക് ഭയങ്കര അതിശയം. എല്ലാവരും പോണം എന്ന് പറയുമ്പോ എല്ലാവരും പോയാ അവിടെ എങ്ങനെ സ്ഥലം ഉണ്ടാവും എന്നുള്ളത്. എല്ലാരും പോയി അവിടേക്ക് അറിയാം, മഹാവിഷ്ണുന്റെ അവിടേക്ക് പോകും. അല്ല, ഗോലോക വൃന്ദാവനത്തിലോട്ട് പോണം എന്ന് പറഞ്ഞ് പറയുമ്പോഴും ആദ്യം തുടക്കത്തിൽ എന്റെ ചിന്ത, എങ്ങനെയാ അവിടെ എല്ലാവരും പോയ അത്രയും സ്ഥലം ഉണ്ടാവുക എന്നുള്ളത്. പ്രഭു, നമ്മുടെ എഞ്ചിനീയറിംഗ് റാങ്ക് പോലെയാണ് പ്രഭു. ആദ്യത്തെ 5000 പേർക്ക് ഓക്കെ ഇന്ന ലോക അങ്ങനെ. മെഡിക്കൽ റാങ്ക്, മെഡിക്കൽ റാങ്ക് 250 പേർക്കേ കിട്ടൂ. അപ്പൊ നമ്മൾ പറയും, നമ്മൾ സന്തോഷിക്കും, നമ്മൾ മഹാവിഷ്ണുവിലേക്കല്ലേ പോയത്. എന്താ പ്രശ്നം അല്ലേ? പക്ഷേ വീണ്ടും വരണം, അതാ പ്രശ്നം. പക്ഷെ അങ്ങനെ പറഞ്ഞ പ്രഭുജി, മഹാവിഷ്ണുവിന്റെ ലോകവും വൈകുണ്ഠ ലോകവും അല്ലേ? അത് നമ്മൾ കോമ്പാക്ട് ആയിട്ട് മഹാവിഷ്ണുവിന്റെ ഉദരത്തിലേക്കാണ് പോകുന്നത്, സ്പിരിച്വൽ വേൾഡിലേക്ക് അല്ല പോകുന്നത്. അതെ. കാരണക എന്തോഷണ പ്രഭു, അതില് ശയിക്കുന്ന മഹാവിഷ്ണുവിന്റെ ഉദരത്തിലേക്കാണ് പോകുന്നത്. അതെല്ലാം വളരെ എല്ലാം കൂടിയിട്ട് നമ്മളൊരു കുഴക്കട്ടർ അത്രയാവും ചിലപ്പോ. ഈ കംപ്ലീറ്റ് പ്രപഞ്ചം അത്രയാവും അല്ലെ? എത്ര വാസ്റ്റ് ആയിട്ടുള്ളതാണ്. ഒരു യൂണിവേഴ്സാണ് നമ്മൾ കാണുക. അങ്ങനെ എത്രയോ യൂണിവേഴ്സസ് ഉണ്ട്. അതെല്ലാം കൂടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, വളരെ വളരെ ചെറുതായിട്ട് വീണ്ടും അത് വരുന്നു. വീണ്ടും ബ്രഹ്മാവിനെ ക്രിയേറ്റ് ചെയ്യുന്നു. വീണ്ടും ബ്രഹ്മാവ് ശരീരം തരുന്നു. പ്രഭുജി സോറി, അത് ഈ ബ്രഹ്മാവിന്റെ സമയത്ത് നടക്കുന്ന, അപ്പം നമ്മൾ മഹാവിഷ്ണുവിന്റെ ഉദരത്തിലോട്ട് പോകുന്ന കഥ. അല്ലാണ്ട് നമ്മൾ സാധാരണ പറയില്ലേ നാരായണന്റെ ലോകവും വൈകുണ്ഠ ലോകമാണെന്ന് പറയാറില്ലേ? അത് ആരാണോ പെർഫെക്ഷൻ നേടിയത്, ലിബറേഷൻ നേടിയത്, അവരെല്ലാം വൈകുണ്ഠത്തിലേക്ക്, ഗോലോക വൃന്ദാവത്തിലേക്ക് പോകും. അവരൊന്നും മഹാവിഷ്ണുവിന്റെ ഇതിലേക്ക് പോവില്ല. പ്രഭു, അപ്പോ ഈ യൂണിവേഴ്സ് ഉണ്ടാവുന്നതിന്റെയും ഈ ബ്രഹ്മലോക അങ്ങോട്ട്, ബ്രഹ്മലോക അല്ല, സ്പിരിച്വൽ പ്ലാനറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഈ ഓഷൻ. അവിടെയാണ് മഹാവിഷ്ണു ഉള്ളത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് അതെ,
കാരണ കാരണസാഗരം, കടൽ. ഇപ്പൊ ക്ലിയർ ആയി പ്രഭു. അപ്പോ നമ്മള് മഹാവിഷ്ണുവിന്റെ ഉദരത്തിലേക്ക് പോകുന്നുണ്ടെങ്കിലും മഹാവിഷ്ണു ആ സമയത്ത് ഈ ഓഷനിലാണ്, വിച്ച് ഇസ് ബിലോ ദ ആ സ്പിരിച്വൽ നമ്മുടെ വേൾഡ് മെറ്റീരിയൽ വേൾഡിന്റെ തുടക്കം തന്നെ മഹാവിഷ്ണു എന്നാണ്. മഹാവിഷ്ണു ക്ലിയർ പ്രഭു. Okay, so next one. Sorry, the Vaidilade. Krishna's superior spiritual energy is transcendental and eternal. It is beyond all the changes of material nature, which is manifest and annihilated during the days and nights of Brahma. Krishna's superior energy is completely opposite in quality to material nature. Superior and inferior nature are explained in the 7th chapter. Superior nature എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ? ഇൻഫീരിയർ നേച്ചറിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ് പറയുന്നത്. കൃഷ്ണ സുപ്പീരിയർ എനർജി ഇസ് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ഇൻ ക്വാളിറ്റി ടു മെറ്റീരിയൽ നേച്ചർ. എന്താണ്? വാട്ട് ഈസ് ദാറ്റ്? ഇന്റേണൽ എനർജി ആൻഡ് എക്സ്റ്റേണൽ എനർജി പ്രഭു. ആധ്യാത്മിക ലോകം, ഭൗതിക ലോകം. മെറ്റീരിയൽ നേച്ചർ ആൻഡ് സ്പിരിച്വൽ നേച്ചർ. സ്പിരിച്വൽ. So both are exactly opposite. അപ്പൊ എന്താണ് സ്പിരിച്വൽ നേച്ചർ ആൻഡ് എന്താണ് മെറ്റീരിയൽ നേച്ചർ? പ്രഭു ഇവിടെയാണെങ്കിൽ നമ്മളെല്ലാരും ഐ ആം ദ ബോസ് എന്നാണ് വിചാരിക്കുക. എല്ലാരും ഓഫീസിലാണെങ്കിൽ the characteristics of spiritual nature and material nature. It is just opposite. അത് തന്നെ ഇവിടെ നശിക്കുന്ന ശരീരം, അവിടെ മീൻസ് പഞ്ചഭൂതങ്ങൾ കൊണ്ട് അവിടെ എറ്റേണൽ. അതൊക്കെ ശരി, എന്നാലും സംഭവിച്ചു. ഐ വാണ്ട് ദ പ്രിസൈസ് ആൻസർ. ആണ് ഡിഫറൻസ് നോ മെറ്റീരിയൽ വേൾഡും. പ്രഭു അവിടെ എല്ലാരും ഭഗവാനെ സെർവ് ചെയ്യുന്നു, ഇവിടെ എല്ലാരും സ്വയം സെർവ് ചെയ്യുന്നു. അതുമല്ല അല്ലെ? വളരെ വളരെ ബ്രീഫാണ് ആൻസർ. സച്ചിദാനന്ദ് സ്പിരിച്വൽ നേച്ചർ. ഇവിടെ ഓപ്പോസിറ്റ് അസത്, അജിത്, നിരാനന്ദ്. സ്പിരിച്വൽ ഈസ് സച്ചിദാനന്ദം, എറ്റേണിറ്റി, ഫുൾ ഓഫ് നോളജ്, ഫുൾ ഓഫ് ബ്ലിസ്. ഇവിടെ നേരെ വിപരീത. പക്ഷെ നമുക്ക് തോന്നുന്ന എന്താണ്? ഇവിടെ നമ്മൾ ആരോടെയും ചോദിച്ചാൽ എന്താണ്? വളരെ പരമസുഖം. എന്ന് ചോദിച്ചാൽ സൂപ്പർ ഫൈൻ. ആ സൂപ്പർ ഫൈൻ എന്നുള്ള ആ ആൻസറിൽ എത്ര സത്യാവസ്ഥയുണ്ട്? സൂപ്പർ കള്ളമാണ് പ്രഭു അത്. അല്ല പ്രഭുജി, ഞാൻ ഇപ്പോഴേ ഈ നമുക്ക് റിയലൈസ് ചെയ്യാൻ കുറച്ചു ദിവസം മുമ്പ് ഒരു ചേച്ചി നാട്ടിൽ നിന്ന് ഭയങ്കര ഓണാഘോഷത്തിന്റെ ഫോട്ടോയും മീൻസ് എല്ലാം കൂടി ഇട്ട്, ഞാൻ പറയാം പെട്ടെന്ന് സ്റ്റേജ് മാറുന്നത്. ആ ചേട്ടന്റെ ഒക്കെ ഫോട്ടോ ഇട്ട് ഇന്ന് ആള് വെന്റിലേറ്ററിൽ കിടക്കണു. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. നമ്മൾ വിചാരിക്കും ഓക്കെ വി ആർ ഗോയിങ് ടു എൻജോയ് അല്ലേ? പക്ഷെ എത്ര കാലം? ഇമ്മീഡിയറ്റ്ലി ദാറ്റ് ഈസ് ഫോളോഡ് വിത്ത് സം അതർ മിസറീസ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മള് എന്തായാലും പറയാ, ആകാശത്തില് കാസൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് നമ്മൾ ഇവിടെ ശ്രമിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ലാസ്റ്റിംഗ്, ഇറ്റ് വിൽ നോട്ട് ലാസ്റ്റ്. അപ്പോൾ is completely opposite in quality to material nature. Superior and inferior nature are explained in the 7th chapter. 7th chapter അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മൾ വായിച്ചു കഴിഞ്ഞാണ്. So text 21. അവ്യക്തോക്ഷര ഇത്യുക്ത തം ആഹു പരമാം ഗതിം യം പ്രാപ്യ ന നിവർത്തന്തെ തദ്ധാമാ പരമം മമ. അവ്യക്തോക്ഷര ഇത്യുക്ത തമാഹു പരമം ഗതിം യം പ്രാപ്യ ന നിവർത്തന്തെ തദ്ധാമാ പരമം മമ. ഓക്കെ, രൂപശ്രീ മാതാജി പ്രഭു. അവ്യക്തോ അക്ഷര ഇതി ഉക്താസ് തം ആഹു പരമം ഗതിം യം പ്രാപ്യ ന നിവർത്തന്തെ തദ്ധാമാ പരമം മമ.
Hare Krishna Prabhuji. Translation. That which the Vedantists describe as unmanifest and infallible, that which is known as the supreme destination, that place from which, having attained it, one never returns, that is my supreme abode. Very good. That which the Vedas describe as unmanifest and infallible, that which is known as the supreme destination, that place from which, having attained it, one never returns. That's my supreme abode. അപ്പോ ഭഗവാന്റെ ആ പരംധാമിന്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആരാണ് അതിന്? വേദാന്തിസ്, അതായത് യോഗിവര്യന്മാര്, ഋഷിവര്യന്മാര്, സാധുജനങ്ങള്, ഭക്തന്മാര് എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. അൺമാനിഫെസ്റ്റ് ആൻഡ് ഇൻഫാലിബിൾ. Unmanifest to our material blunt senses and infallible. What is infallible means? ഒരിക്കലും നാശമില്ലാത്ത പ്രഭു, ഒരിക്കലും നാശമില്ലാത്ത, ഒരിക്കലും വീഴ്ച സംഭവിക്കാത്ത, നെവർ ഫോൾ ഡൗൺ, നെവർ ഒരിക്കലും തെറ്റ് പറ്റാത്തത്, അതൊക്കെ ഇൻഫാലിബിൾ. സോ അതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒന്നും ഡിമിനിഷ് ആവില്ല. എറ്റേണലി ദ സെയിം. So that which is known as the supreme destination, അതാണ് നമ്മൾ എല്ലാവരുടെയും supreme destination, spiritual destination. That place from which, having attained it, one never returns. That is my supreme abode. ഒരു പ്രാവശ്യം അവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് വരേണ്ട ഒരാവശ്യം. വൺ വേ ടിക്കറ്റ് ആണ്. മറ്റൊക്കെ നമ്മൾ റിട്ടേൺ ടിക്കറ്റ് എടുത്താ പോണേ. ഇത് വൺ വേ ടിക്കറ്റ്. വൺ വേ ടിക്കറ്റ് ടു സ്പിരിച്വൽ എബോർഡ്. ഏതൊരു ക്ലാസ്സിൽ ഞാൻ കേൾക്കണ്ടായി, ഭഗവത്ഗീത 2.11 മുതൽ 18.66 വരെ ഉള്ള ശ്ലോകങ്ങള്, ഭഗവാൻ പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങള്. ഇങ്ങനെ അതിന്റെ ലാസ്റ്റില് ഈ വാക്കും കൂടി, ഈ സെന്റൻസും കൂടി ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്തറിയോ? മാ സുചഹ. എല്ലാം ഭഗവാൻ എന്തെല്ലാം ശ്ലോകങ്ങള് 2.11 മുതൽ 18.66 വരെ പറഞ്ഞിട്ടുണ്ടോ, ആ എല്ലാ ശ്ലോകങ്ങളുടെയും അവസാനം ഇതും കൂടി ആഡ് ചെയ്യണം. മാ സുചഹ. എന്താണ്? ഡു നോട്ട് വറി, ഡു നോട്ട് ഫിയർ. ആ ഗ്യാരണ്ടിയാണ് പറയുന്നത്. ഓരോ ശ്ലോകങ്ങളും ഓരോ ഉത്തരങ്ങളും അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ്മെന്റും പറഞ്ഞ ശേഷം നമ്മൾ വിചാരിക്കണം, ഇത് നമ്മളോട് പറയുന്നതാണ്, പേടിക്കരുത്, ദിസ് ഈസ് മൈ ഗ്യാരണ്ടി. അതാണ് ഇവിടെ ഗ്യാരണ്ടി പറയുന്നത് ഭഗവാൻ. വൺ നെവർ റിട്ടേൺസ്. ഇതിൽ നമുക്ക് അടിയുറച്ച വിശ്വാസം, ദൃഢവിശ്വാസം ഉണ്ടായിരിക്കണം. നടക്കുവോ? ഇത് ശരിയാണോ? ഭഗവത്ഗീതയ്ക്ക് ശരിക്കുള്ളതാണോ? വ്യാസദേവനെ ഒരു ടൈം പാസിന് വേണ്ടി എഴുതി വെച്ചതാണോ? ഇങ്ങനെയൊക്കെ സംശയം തോന്നിയാൽ പിന്നെ അപ്പം ഭഗവാൻ പറയും തഥാസ്തു. ആ ദൃഢ വിശ്വാസം, ഡിറ്റർമിനേഷൻ വേണം ഭഗവാന്റെ വാക്കിൽ. So the supreme abode of the personality of God Krishna is described in the Brahma Samhita as Chintamani Dham. ചൈതന്യ മഹാപ്രഭു സൗത്ത് ഇന്ത്യൻ ടൂറിൽ പോയപ്പോ 2 പ്രധാനപ്പെട്ട പുസ്തകത്തിന്റെ കോപ്പി എടുത്തു കൊടുത്തു. ഒന്ന് ബ്രഹ്മസംഹിത, 2 കൃഷ്ണ കർണാമൃതം. അത് ഏത് ടെമ്പിൾ നിന്നാണെന്ന് പ്രഭുജി അത് മറന്നു. മറ്റേത് ബ്രഹ്മസംഹിത ഇവിടുന്ന്, മറ്റേ ആദികേശവ ടെമ്പിള്. കൃഷ്ണ കർണാമൃത എക്സാക്ട്ലി ഓർമ്മയില്ല എനിക്ക് ഏത് ടെമ്പിൾ. ആദികേശവ ടെമ്പിൾ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ളതാണോ പ്രഭുജി? അത് ബ്രഹ്മസംഹിത തിരുവട്ടൂർ. മറ്റേത് കൃഷ്ണ കർണാമൃത വില്യമംഗലം സ്വാമി ഠാക്കൂറിന്റെ. രണ്ടും വളരെ ഇഷ്ടമാണ്. കാരണം വെച്ചാൽ അതാണ് നമ്മുടെ എസ്പെഷ്യലി സ്പിരിച്വൽ വേൾഡിനെ പറ്റിയിട്ട് ശരിക്കും വർണ്ണിച്ചിരിക്കുന്നത്. രണ്ടും എല്ലാം കോപ്പി എടുത്തിട്ട് രാമാനന്ദറായിക്ക് കൊടുത്തു. He took further copies and distributed. അപ്പോ ചിന്താമണി ധാം,
ബ്രഹ്മസംഹിതയില് അല്ലേ? സ്പിരിച്വൽ അബൌട്ടിനെ പറ്റി എന്താ പറയണേ? ചിന്താമണി പ്രകര സത്മ സുകൽപ വൃക്ഷ ലക്ഷാവൃതേഷു സുരഭിരഭിപാലയന്തം ലക്ഷ്മീ സഹസ്രശത സംഭ്രമ സേവ്യമാനം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ചിന്താമണി കൊണ്ടുണ്ടായിരിക്കുന്നു. എന്താണ് ചിന്താമണി? ടച്ച് സ്റ്റോൺ, ഡിസയർ. എന്ത് നമ്മൾ ആഗ്രഹിക്കുന്നു അത് സംഭവിക്കും. ടച്ച് സ്റ്റോൺ, അത് നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് അതാണ് ടച്ച് ചെയ്താൽ ആ ആഗ്രഹം സബലീകരിക്കും. അപ്പോ അങ്ങനത്തെ ധാമമാണ് ചിന്താമണി ധാമം. കൽപ്പവൃക്ഷം, സുരഭി, എല്ലാം ഇഷ്ടം പോലെ, ഇൻ അബൻഡൻസ്. ഒന്നിനും യാതൊരു സ്കേഴ്സിറ്റി ഇല്ല. എല്ലാ ആഗ്രഹങ്ങളും, എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട് അതെല്ലാം സബലീകരിക്കും. അവിടെ ഗോലോക വൃന്ദാവനത്തില് ഭഗവാൻ ഇവിടെ ലീലയ്ക്ക് വരുമ്പോ, ഭൗതികലോകത്തിൽ ലീലയ്ക്ക് വരുമ്പോ ഭഗവാന്റെ കംപ്ലീറ്റ് പാർഷദന്മാര് കൂടെ ഒരു കംപ്ലീറ്റ് എൻടോറേജ് ഉണ്ടായിരിക്കും ഇവിടെ വരുമ്പോ, അല്ലേ? അപ്പൊ അവിടെ എല്ലാവരും ക്യൂ അത്രേ, ഞാൻ വരണം ഞാൻ വരണം ഞാൻ വരണം എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ പറയുന്നു ഈ ഭൗതിക ലോകം ഇറ്റ്സ് മിസറബിൾ, ഇറ്റ്സ് ഫുൾ ഓഫ് മിസറീസ്, ബർത്ത്, ഡെത്ത്, ഓൾഡ് ഏജ്, ഡിസീസ്. പിന്നെന്തിനാണ് അവർ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ഭഗവാന്റെ കൂടെ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നത്? അവിടെ ഭഗവാനുണ്ട്, അവിടെ എല്ലാം എറ്റേണൽ ലീല നടക്കുന്നുണ്ട്. ഭഗവാന്റെ കൂടെ എപ്പോഴും സേവയിൽ ഏർപ്പെടാം. എന്നിട്ടും ഈ ടെമ്പററി ആയിട്ടുള്ള ഫുൾ ഓഫ് മിസറീസ്, ക്ലേശങ്ങൾ നിറഞ്ഞിട്ടുള്ള ഈ ഭൗതിക ലോകത്തിലേക്ക് എന്തുകൊണ്ടാണ് അവിടെയുള്ള പാർഷദന്മാര്, ഭഗവാന്റെ അസോസിയേറ്റ്സ് വരാൻ വേണ്ടി ക്യൂ നിൽക്കാറ്? ഞാൻ വരട്ടെ ഞാൻ വരട്ടെ എന്ന് ചോദിച്ചിട്ട്. എന്താണ് കാരണം? സേവ അവിടെയും ചെയ്തൂടെ? അവിടെ സേവ ചെയ്തുകൊണ്ടിരിക്കല്ലേ. പ്രഭു, അവർക്ക് ഭഗവാനിൽ നിന്ന് മാറി നിൽക്കാൻ അവിടെയും ഭയങ്കര ഭഗവാനുണ്ട്, വിഷമം. അവിടെയും ഭഗവാനുണ്ട്. അവിടെ അല്ല, ഭഗവാൻ, സിദ്ധാർത്ഥ അവിടെ പറയാം. യാതൊരു, അവിടെ ചിന്താമണി ധാം, കൽപ്പവൃക്ഷ, സുരഭി, എന്ത് ആഗ്രഹങ്ങളും സാധിക്കും. പ്രഭു, ഗോലോക വൃന്ദാവനിലെ ലീലകൾ അവിടെ ഉണ്ടാവില്ല. ലീലകള് മെറ്റീരിയൽ വേൾഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഭഗവാന്റെ ജന്മാഷ്ടമി അവിടെ ഇല്ല, ജന്മാഷ്ടമി ഇവിടെ ഉള്ളൂ. രാധാഷ്ടമി ഇവിടെ ഇല്ല, രാധാഷ്ടമി ഇവിടെ ഉള്ളൂ, അല്ലേ? ഭഗവാന്റെ ഉണ്ണിക്കണ്ണനായിട്ടുള്ള ലീലകള് അവിടെ ഇല്ല, അതൊക്കെ ഇവിടെ ഉള്ളൂ. അത് കാണാൻ വേണ്ടിട്ട് ശരി. അത് ഒരു നമ്മുടെ ഭക്തി പുരുഷോത്തമ സ്വാമി മഹാരാജിന്റെ ഒരു കേട്ടതാണ്, ഒരു ഡിസ്പോസല്. ഹരി ഹരി. അതുകൊണ്ട് അവരെ എല്ലാവരും ക്യൂ നിൽക്കാതെ അവിടെ വരാൻ. ബാക്കി എല്ലാ ലീലകളും ഉണ്ടാവും, ബാക്കി കുറെ ലീലകൾ ഉണ്ടാവും, അല്ലെ? അപ്പൊ ഈ ലീലകളൊക്കെ ഇവിടെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവർ ഇവിടെ വരാന്ന് പറയുന്നു. So the supreme abode of Lord Krishna, known as Goloka Vrindavana, is full of palaces made of touch stone. There are also trees called desire trees that supply any type of eatable upon demand. Okay. And there are cows, known as Surabhi cows, which supply limitless supply of milk. എന്ത് തന്നെ നമുക്ക് കഴിക്കണം എന്ന് ആഗ്രഹം വന്നാൽ ജസ്റ്റ് ആഗ്രഹിച്ചാൽ മതി, അപ്പൊ അവിടെ തയ്യാറായിരിക്കും, അവിടെ റെഡി ആയിരിക്കും. അത് മനസ്സിലാക്കല്ലേ പ്രഭുജി? ഇവിടെ അതിന്റെ ഒരു വിത്ത് കഷ്ടപ്പെടുകയാണ്. കിട്ടിയാൽ ഇവിടെ നമുക്ക് പാകമായിരുന്നു വൃക്ഷാക്കാരെന്ന്. അല്ല, ആ ക്ലിക്ക് അല്ലേ പ്രഭുജി? എന്നാ പിന്നെ അടുക്കള കയറേണ്ട ആവശ്യമില്ലല്ലോ. അതെ. ഇച്ചിരി സിദ്ധഗംഗ പ്രഭുജിക്ക് ഇഷ്ടമുള്ള കിച്ചടി തരൂ, ഇച്ചിരി പനീർ കറി തരൂ എന്ന് മാതാജിക്ക് പറയാം. എനിക്കും അതെ, ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാം, കിച്ചൺകാർക്ക്. Any type of eatable upon demand, and there are cows known as Surabhi cows which supply limitless supply of milk. So in this abode, the Lord is served by hundreds of thousands of goddess of fortune. One Lakshmi എന്നല്ല, hundreds of thousands of ladies, and is called Govinda, the primal Lord and the cause of all causes. Ishvara Parama Krishna Sachidananda Vigraha Anadiradir Govinda Sarva Karana Karana. The Lord is accustomed to blow his flute, Venum Konandam.
His transcendental form is the most attractive in all the worlds. His eyes are like lotus petals, and the color of his body is like the color of clouds. Okay, he is so attractive that his beauty excels that of thousands of cupids. Okay, ഭഗവാന്റെ പേരാണ് മദന മോഹൻ അല്ലേ? എന്താണ് അതിന്റെ അർത്ഥം? He attracts thousands of cupids. മദൻ cupids, മോഹൻ, മോഹിപ്പിക്കുന്നത്. ആ മദന മോഹനെ മോഹിപ്പിക്കുന്നതാണ് രാധാറാണി. രാധാറാണിന്റെ പേരെന്താണ്? മദന മോഹന മോഹിനി. So he wears saffron cloth, a garland around his neck, and a peacock feather in his hair. In the Bhagavad Gita, Lord Krishna gives only a small hint of his personal abode, Goloka Vrindavana, which is the supermost planet in the spiritual kingdom. Bhagavad Gita വളരെ glimpse തരുന്നുള്ളൂ. അതാണ് നമ്മുടെ ബ്രഹ്മസംഹിതയിലെ detailed description. Unfortunately, we have only the 5th chapter of Brahma Samhita only out of the 100 chapters. അപ്പൊ ഈ 5th chapter ഇത്ര അതിന് ഭഗവാന്റെ ധാമിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാക്കിയുള്ള ചാപ്റ്ററിൽ എന്തായിരിക്കും? A vivid description is given in the Brahma Samhita. Vedic literature's Kathopanishad 1.3.11 state that there is nothing superior to the abode of the Supreme Godhead, and that abode is the ultimate destination. Purushanna param kinchitsa kashtha paramagadi. When one attains to it, he never returns to the material world. ഒരു പ്രാവശ്യം അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വരേണ്ട ഒരു പ്രശ്നം വധിക്കുന്നില്ല. Krishna's supreme abode and Krishna himself are non-different, being of the same quality. അപ്പോൾ ഭഗവാന്റെ നാമങ്ങള്, ഭഗവാന്റെ പാരഫെർനാലിയ, ഭഗവാന്റെ ആട്രിബ്യൂട്ട്സ്, ഭഗവാന്റെ ധാം എല്ലാം ഐഡന്റിക്കൽ ആണ്, നോൺ ഡിഫറെന്റ്, ബീങ് ഓഫ് ദ സെയിം ക്വാളിറ്റി. ഓൺ ദിസ് എർത്ത്, Vrindavana, 90 miles southeast of Delhi, is a replica of that supreme Golaka Vrindavana located in the spiritual sky. പക്ഷെ സാധാരണ നമ്മൾ പോകുമ്പോൾ ആ വൃന്ദാവന്റെ നമുക്ക് അതിന് തോന്നുന്നുണ്ടോ? ചിന്താമണി, കൽപ്പവൃക്ഷ, സുരഭി, എന്തുകൊണ്ട് തോന്നുന്നില്ല? അവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് വൃന്ദാവന അൺമാനിഫെസ്റ്റ് ആണ് പ്രഭു. ഇറ്റ് ഈസ് അൺമാനിഫെസ്റ്റ്. ഭക്തന്മാർക്ക് മാത്രമേ കാണുള്ളൂ അത്. അവർക്കേ അത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ചെന്നാൽ എന്താ, റോഡ് കാണും, ബിൽഡിംഗ് കാണും, മുനിസിപ്പാലിറ്റി ആ കച്ചറ കാര്യങ്ങളൊക്കെ കാണും, അതൊക്കെ നോക്കിയിട്ട് വരും. അതാണ്, that is unmanifest. It's a replica of that supreme Goloka Vrindavana located in the spiritual sky. When Krishna descended on this earth, he spotted on that particular tract of land known as Vrindavana, comprising about 168 square miles in the district of Mathura. അപ്പോൾ എത്രയാണ് വൃന്ദാവൻ? 168 സ്ക്വയർ മൈൽസ്. ഈ 168 സ്ക്വയർ മൈൽസിൽ വൃന്ദാവനത്തിലെ രാസലീലയില് എത്രയോ 100 crores, എനിക്ക് ഓർമ്മയില്ല, എത്രയോ 100 crores of gopis were there engaging in rasa dance. So how is it possible? How can we fathom that? Can we digest that? എത്രയോ 100 crores എത്രയോ crores ഉണ്ട്, എനിക്ക് ഓർമ്മയില്ല. 3 crores of gopis were dancing, and with each one of them Krishna was present. ഇതിപ്പോ ആരോടെങ്കിലും പറഞ്ഞാൽ പറയും ഇവർക്ക് തലയ്ക്ക് വട്ടി പിടിച്ച് പറയും അല്ലേ? അതാണ്. സോ അപ്പൊ 168 സ്ക്വയർ മൈൽസ് ഉള്ള ആ വൃന്ദാവനില് എങ്ങനെ ഇത്രയും ആൾക്കാര്? ഇപ്പോ ഈവൻ നന്ദ മഹാരാജിന് 900,000 കൗസ് ഉണ്ടെന്ന് പറയുന്നു. ബാക്കി അങ്ങനെ ഓരോരുത്തർക്കും ഉണ്ട് കുറെ. You can't even imagine. നമുക്ക് 2 പശു 3-4 പശു ഉണ്ടെങ്കിൽ തന്നെ വലിയ പ്രശ്നം. How we can manage? അപ്പൊ ഇതൊന്നും നമുക്ക് നമ്മളുടെ കാൽക്കുലേഷൻ വരില്ല, നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് പറയുന്നത്, ഭഗവാന്റെ കാര്യങ്ങളെ
ഇൻകൺസ്യൂവബിൾ, അതീന്ദ്രിയം. So അതാണ് വൃന്ദാവന കംപ്രൈസിങ് അബൌട്ട് 168 സ്ക്വയർ മൈൽസ് ഇൻ ദ ഡിസ്ട്രിക്ട് ഓഫ് മധുര. അതിന്റെ റിപ്ലിക്ക. അപ്പോൾ ഭഗവാന്റെ ഭഗവാന്റെ ആഗ്രഹം അനുസരിച്ചിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. എത്ര വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, എത്ര വേണമെങ്കിൽ അതിനെ കോൺട്രാക്ട് ചെയ്യാൻ പറ്റും. ഭഗവാനും എത്ര വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം. ഭഗവാന്റെ ഭക്തന്മാർക്കും എക്സ്പാൻഡ് ചെയ്യും. നാരദ മഹർഷിയൊക്കെ he is a ജീവാത്മ, but he is a പരം ഭക്ത. He expands. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് സേവ ചെയ്തിട്ട് പോരാത്രേ. അപ്പോ by the blessings of Krishna, he expands and he serves everywhere. He serves in Dwaraka, Mathura, Vrindavana, Vaikuntha, everywhere he serves. He expands. Just like how Krishna expands, he also expands by the blessings of Krishna. അപ്പോൾ ഭഗവാന്റെ ലീല അതിനെ കൂടുതൽ കൂടുതൽ പകിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഭഗവാൻ പല പല കാര്യങ്ങളും ചെയ്യും. അപ്പോൾ ധാമ് എക്സ്പാൻഡ് ചെയ്യും ആവശ്യമനുസരിച്ച്. ഇപ്പോൾ യശോദമായി വിളിക്കുകയാണ്, സമയം കഴിഞ്ഞു, എവിടെ കൃഷ്ണൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ ദൂരത്തായിരിക്കും. അപ്പൊ അവിടുന്ന് നടന്നെത്താൻ പറ്റില്ല. അപ്പൊ എന്താ, അതിനെ കോൺട്രാക്ട് ചെയ്യും. അപ്പൊ ഒരു സ്റ്റെപ്പ് എടുത്താൽ അവിടെ ഗോകുലത്തെത്തി. ദാറ്റ് ഇസ് ഹൗ ഈവൻ യോഗിവര്യന്മാര്, അഷ്ടാംഗ യോഗികള്, അഷ്ടസിദ്ധികള് ഉണ്ട്, അവർക്കും കൂടി സാധിക്കുന്നു. ഏറ്റവും ചെറുതാവാൻ പറ്റും, ഏറ്റവും വലുതാവാൻ പറ്റും. അപ്പൊ അവർക്കും ഒരു സ്റ്റെപ്പ് വെച്ചാൽ അമേരിക്കയിലെത്താൻ പറ്റും. So that is even material siddhi, mystic power. That's what to speak of the spiritual power of the Supreme Lord. Okay, that's it. And any questions or any comments? ഹരേ കൃഷ്ണ പ്രഭുജി, പ്രഭുജി പറഞ്ഞില്ലേ ഈ ലീലകള് ഇവിടെ മാത്രം ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ നന്ദമഹാരാജാവ് അവരൊക്കെ ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലേ ഭൗതിക ലോകത്തിൽ? അവിടെ വേറെ അവിടെ എറ്റേണലി അവിടെ ഇതുണ്ട്. ഈ ഇപ്പൊ ജന്മാഷ്ടമി ഒന്നും അവിടെ ഇല്ലല്ലോ, അവിടെ ജനിക്കുന്ന അതാണ് മഹാരാജ് പറഞ്ഞത്. അങ്ങനെയുള്ള അത് പിന്നെ ചെറിയ ചെറിയ ഉണ്ണിക്കണ്ണന്റെ ആ ലീലകളൊന്നും ഇല്ല. അവിടെ സേവനമുണ്ട്, പക്ഷെ ഈ ലീലകളൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് they prefer to come here and enjoy this ലീല. പക്ഷെ അവിടെ എല്ലാ ലീലകളും നടക്കുന്നുണ്ടാവും ഗോലോകത്തില്. പക്ഷെ അങ്ങനെ മഹാരാജ് പറഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്തു പറഞ്ഞു. അല്ല, ജനനമൊന്നും ഉണ്ടാവില്ലല്ലോ പ്രഭുജി, കറക്റ്റ് അല്ലേ? അവിടെ അതൊക്കെ ഇവിടെ അത് നമുക്ക് വേണ്ടിയിട്ട് അല്ലേ, നമുക്ക് പാസ് ടൈംസ് തരാൻ വേണ്ടിയിട്ട് നമ്മളെ. പിന്നെ പ്രഭുജി, നമ്മുടെ പ്രഭാത ഭാഗവത് എഴുതിയിട്ടുണ്ടല്ലോ ഇത് എന്താ പറയാ ക്രിയേഷന്റെ കാര്യം. അതെനിക്ക് തോന്നുന്നു നമ്മുടെ പ്രഭാത മാത്രം ഇത്ര ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടാവുള്ളൂ അല്ലേ? അതിന്റെ ഇത്രയും കൂടുതൽ ഡീറ്റെയിൽസ് ഭാഗവത്തിൽ തന്നിരിക്കുന്ന പ്രഭുപാദ തന്നെയാണ്. പിന്നെ മറ്റുള്ള മാധവ സമ്പ്രദായത്തിലും അതിന്റെ കോസ്മിക് ക്രിയേഷനെ പറ്റിയിട്ട് പല ഗ്രന്ഥങ്ങളിലും ഉണ്ട്. ഇതെല്ലാം കമ്പൈൽ ചെയ്തിട്ടാണ് ഇവരൊക്കെ പ്രസന്റ് ചെയ്യുന്നത്. ഭാഗവതം മാത്രമല്ല, ബാക്കിയുള്ള സ്ക്രിപ്റ്റേഴ്സും കൂടിയൊക്കെ എടുത്തിട്ടാണ് അതെല്ലാം റീകൺസൈൽ ചെയ്ത് ദ ബെസ്റ്റ് വേർഷൻ ആണ് അവർ നമുക്ക് തന്നിരിക്കുന്നത്. കൂടുതലും ബ്രഹ്മസംഹിത എന്നായിരിക്കില്ലേ പ്രഭുജി ഇതിന്റെ ബ്രഹ്മസംഹിതയിലുണ്ട്, ഭാഗവതത്തിലുണ്ട്, വേറെ പല ഗ്രന്ഥങ്ങളിലും എടുത്തിട്ടുണ്ട് അവര്. വേദിക് കോസ്മോളജി. ടെക്സ്റ്റ് 22 നെക്സ്റ്റ് വീക്ക്. നമ്മള് 18 തുടങ്ങിയത്. എത്രയെന്നാ തുടങ്ങിയത്? അതെ, 18. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ अनंत कोटि वैष्णव की जय, प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंद। हरि हरि बोल। कृष्ण।